ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയുടേതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിയും 2 പച്ചമുളക്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയിൽ ഞാൻ 3/4 ഭാഗം എടുത്താൽ മതി. മീഡിയം സൈസ് സവാള ആണെങ്കിൽ ഒന്നെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് സവാള ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വെള്ളുള്ളി അല്ലിയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുകൂടി ചേർക്കുന്ന സമയത്ത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളക് 2ആയി കീറിയത് അതുകൂടി ചേർത്ത് കൊടുത്തു. ഒരുപാട് അങ്ങോട്ട് നമ്മൾ വഴന്ന് പോകേണ്ട, ഒരു വിധം ഒന്ന് വഴന്ന് വന്നാൽ മതി ആ എണ്ണയിൽ. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾക്കൊരു 1.5 മിനിറ്റ് തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തക്കാളി ചട്നി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. 2 ഇഡ്ഡലി നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും. ദോശയായാലും 2 കൂടുതൽ കഴിക്കും. അപ്പോൾ ഇതേ ഘട്ടത്തിൽ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഒരല്പം മല്ലിയില ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഇത്രയും മതി. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. ഒരു നല്ലൊരു രുചിയും മണവും ഉണ്ടാവും. എന്തായാലും ഇതുകൂടി ചേർത്തൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ പച്ചമണം മാറോളം നമ്മൾ ആ പൊടികളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഒരുവിധം ചൂടാറിയതിന് ശേഷം, ഒരുപാട് ചൂടാറേണ്ട, ഒരുവിധം ആറിയതിന് ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രൈ പാൻ കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അതായത് തരി തരിയായിട്ട് ഇതേപോലെ നമ്മൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇഡ്ഡലിയിലും ദോശയിലും ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് ആ തരിയായിട്ടൊന്ന് കടിക്കുന്ന നല്ല രസമായിരിക്കും. അപ്പോൾ അതേ ഫ്രൈ പാൻ കഴുകി വീണ്ടും അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1.25 സ്പൂണ് ഓയിൽ കൂടി ചേർത്തു. മീഡിയം ഫ്ലെയിമിലിടുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചട്നിക്ക് ആവശ്യമായ ലൂസിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഞാൻ ചേർത്തു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചട്നിയുടെ ആ തിക്കിനനുസരിച്ചാണ് വെള്ളം ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അല്പം കായത്തിൻ്റെ പൊടിയാണ്. അതുകൂടി ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു തക്കാളി ചട്നി തന്നെ മതി. സാമ്പാറിൻ്റെ വേറെ ചട്നീൻ്റെ ഒരാവശ്യമില്ല, അത്രയ്ക്ക് രുചിയാണ്. ഇനി പോരാത്ത ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് വരേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വഴറ്റിയെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഇത് ലൂസ് വേണ്ടവർക്ക് കുറച്ചുകൂടി ആക്കാം. അപ്പോൾ നമ്മളിത് ഇതേ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി തക്കാളി ചട്നി ഇവിടെ റെഡിയായി വന്നു. ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. വേറെ ബൗളിലേക്ക് ഞാൻ പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ തക്കാളി ചട്നി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുമല്ലോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ട്. അതിൻ്റെ കൂടെ ഈ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്